നമസ്കാരം. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല എന്നതാണ് പൊതുവെയുള്ള വായ്മൊഴി. എന്നാൽ എല്ലാ തെറ്റും പുറത്തു തരുന്ന വിശാലമനസ്കനാണ് ശിവഭഗവാൻ. ആ ഭഗവാനെ ശരണമടഞ്ഞ് തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പശ്ചാത്താപത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ തെറ്റുകൾ മാപ്പാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ. ആ ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு കോൽവളയനായകി സമേത കുറ്റംപൊറുത്തനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മയിലാടുതുറൈ ജില്ലയിൽ മണൽമേട് പോകുന്ന വഴിയിൽ പട്ടവർത്തി എന്ന ഗ്രാമത്തിനടുത്ത് തിരുക്കരുപ്പറയലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, കുറ്റംപൊറുത്തനാഥർ, അപരാധക്ഷമേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, കോൽവളയനായകി, സൗന്ദര്യനായകി, മംഗളാംബികെ, വിചിത്രബാലാംബികെ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. സീർകാഴി സട്ടേനാഥർ ക്ഷേത്രത്തിന് മേർക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്തായതിനാൽ മേലക്കാഴി എന്നും, സൂര്യഭഗവാൻ ഇവിടെ മൂലവരെ പൂജിച്ച ഐതിഹ്യത്തിനാൽ തലേഞ്ഞായർ എന്നും ഈ പ്രദേശത്തിന് നാമമുണ്ട്. കർമ്മവിനകളെ നശിപ്പിച്ച് ജ്ഞാനം നൽകുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് ഇവിടം തിരുക്കരുപ്പറിയലൂർ എന്നറിയപ്പെടുന്നത്. കൊക്കുടി എന്ന ഒരുതരം മുല്ല സ്ഥലവൃക്ഷമായതിനാൽ ഇവിടം കൊക്കുടിക്കോവിൽ എന്നും അറിയപ്പെടുന്നു. സിദ്ധന്മാരുടെ ഭാഷയിൽ കർമ്മനാശിനി എന്ന ദിവ്യ സ്ഥലമാണിവിടം. 72 മഹർഷിമാർ ഇവിടെ മൂലവരെ വഴിപാട് ചെയ്ത് മുക്തിയടഞ്ഞതായി പറയപ്പെടുന്നു. ദേവന്മാർ ഈ പ്രദേശത്തെ കർമ്മനാശപുരം എന്ന് വിളിക്കുന്നു. ഇവിടെ ചെയ്യുന്ന ധർമ്മങ്ങൾ 10 മടങ്ങായി പെരുകും എന്ന് ബ്രഹ്മദേവൻ വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചതായും അപ്രകാരം വസിഷ്ഠർ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചതായും സ്ഥലപുരാണത്തിൽ പരാമർശമുണ്ട്. ചില കുടുംബങ്ങളിൽ അകാരണമായി സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഗർഭഛിദ്രം, നവജാത ശിശുമരണം, കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന വിപത്തുകൾ എന്നിങ്ങനെയുള്ള ചില ദോഷങ്ങൾ ശ്രാദ്ധം, പരിഹാരം എന്നിവ കൊണ്ടൊന്നും മാറില്ലെന്നും ബാധിക്കപ്പെട്ടവർ കോവിലുകളിൽ പ്രാർത്ഥിച്ചു തന്നെ മാറ്റണമെന്നുമാണ് വയ്പ്. അങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിവിടം. ഇവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇനിയൊരു ജന്മമില്ലാതെ ശിവപാദം പൂകുമെന്നാണ് ഐതിഹ്യം. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതും തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാസമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 27ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാനസമ്പന്നരും സുന്ദരമൂർത്തി നായനാരും ഇവിടെ മൂലവർക്ക് പതികം പാടിയിരിക്കുന്നു. മരുതൂർ അമ്പലവാണ കവിരായർ ഈ ക്ഷേത്രത്തിന് സ്ഥലപുരാണം രചിച്ചിട്ടുണ്ട്. ലങ്കാധിപതി രാവണന്റെ പുത്രൻ മേഘനാഥന്റെയും ദേവലോകത്തിന്റെ അധിപൻ ദേവേന്ദ്രന്റെയും വാനരശ്രേഷ്ഠൻ ഹനുമാന്റെയും കുറ്റങ്ങൾ പുറത്തുകൊടുത്ത ഈശ്വരൻ എന്നർത്ഥത്തിൽ ഇവിടെ മൂലവരുടെ നാമം കുറ്റംപൊറുത്തനാഥർ എന്നായി. ആ ഐതിഹ്യങ്ങൾ ഇപ്രകാരം. ലങ്കാധിപതി രാവണന്റെ പുത്രൻ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് ഒരുനാൾ പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ഈ വഴി സഞ്ചരിക്കുമ്പോൾ വഴിയിൽ ഒരിടത്ത് വിമാനത്തിന് മുന്നോട്ട് നീങ്ങാൻ തടസ്സമേർപ്പെട്ടു. കീഴെ നോക്കിയ ഇന്ദ്രജിത്ത് ഒരു ശിവാലയം കണ്ടു. ആ ശിവാലയത്തിന് മേലെ പറന്നതിനാലാണ് തടസ്സമേർപ്പെട്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ ഇന്ദ്രജിത്ത് താഴെയിറങ്ങി അവിടെയുള്ള സ്ഥലതീർത്ഥത്തിൽ നീരാടി ക്ഷേത്രത്തിനുള്ളിൽ പോയി ഭഗവാനെ പൂജിച്ചു. അതോടെ വിമാനത്തിനേർപ്പെട്ട തടസ്സം മാറി. ഇത്രയും ദിവ്യമായ ഈ ശിവലിംഗം ലങ്കയ്ക്ക് കൊണ്ടുപോകണം എന്നുദ്ദേശിച്ച് ഇന്ദ്രജിത്ത് ശിവലിംഗത്തെ പിഴുതെടുക്കാൻ ശ്രമിച്ച് സാധിക്കാതെ ശിവലിംഗത്തിനടുത്ത് മോഹാലസ്യപ്പെട്ട് വീണു. ഈ വിവരമറിഞ്ഞ രാവണൻ പാഞ്ഞെത്തി ശിവലിംഗത്തിന്റെ കാൽക്കൽ വീണ് തന്റെ മകൻ ചെയ്ത കുറ്റം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻ ഇന്ദ്രജിത്തിന്റെ കുറ്റം പൊറുത്തു എന്നാണ് കഥ. വേറൊരു ഐതിഹ്യം. ഒരു പ്രാവശ്യം ദേവേന്ദ്രൻ അതീത ഗർവോടെ കൈലാസത്തിലേക്ക് ശിവഭഗവാനെ കാണാൻ വന്നു. ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഉദ്ദേശിച്ച ശിവഭഗവാൻ ഒരു ഭൂതഗണത്തിന്റെ രൂപത്തിൽ ദേവേന്ദ്രനെ തടഞ്ഞു. ദേഷ്യം വന്ന ഇന്ദ്രൻ ശിവഭഗവാനാണെന്നറിയാതെ ഭൂതഗണത്തിന് മേൽ തന്റെ വജ്രായുധം പ്രയോഗിച്ചു. പിന്നീട് ഭഗവാനാണെന്ന് മനസ്സിലായപ്പോൾ തന്റെ കുറ്റം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. അറിയാതെ ചെയ്ത കുറ്റത്തിന് ഭഗവാൻ മാപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. മറ്റൊരു ഐതിഹ്യം. രാമായണ ഇതിഹാസത്തിൽ ലങ്കയിൽ രാവണവധത്തിനു ശേഷം ബ്രഹ്മഹത്യാദോഷം നേരിട്ട ശ്രീരാമൻ സീതാദേവിയോടൊപ്പം അഗസ്ത്യ മഹർഷിയുടെ നേതൃത്വത്തിൽ രാമേശ്വരത്തെത്തി ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് ദോഷം മാറ്റാൻ ആലോചിച്ചു. അതിനായി ആഞ്ജനേയരോട് ശിവലിംഗം കൊണ്ടുവരാൻ പറഞ്ഞെങ്കിലും ആഞ്ജനേയരെത്താൻ വൈകിയതിനാൽ സീതാദേവി സൃഷ്ടിച്ച മണൽലിംഗത്തിന് ശ്രീരാമൻ പൂജകൾ നടത്തി. ശിവലിംഗവുമായി എത്തിയ ഹനുമാൻ അത് കണ്ട് തന്റെ വാലുകൊണ്ട് മണൽലിംഗത്തെ പിഴുതുമാറ്റാൻ ശ്രമിച്ച് ശിവാപരാധം ഏർപ്പെട്ടു. ദോഷം നീങ്ങാൻ ശിവഭഗവാനെ തപം ചെയ്യാൻ ശ്രീരാമൻ ആഞ്ജനേയരോട് നിർദ്ദേശിച്ചു. ഹനുമാൻ അപ്രകാരം തപസിരുന്നപ്പോൾ ശിവഭഗവാൻ ആഞ്ജനേയർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കർമ്മനാശപുരം എന്ന തലേഞ്ഞായർ പോയി വഴിപാട് ചെയ്താൽ ദോഷം നീങ്ങും എന്ന് നിർദ്ദേശിച്ചു. ഹനുമാൻ ഇവിടെ എത്തി വടകിഴക്കിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് ദോഷം മാറ്റി. അതോടെ ഈ പ്രദേശത്തിന് തിരുക്കുരക്ക എന്ന നാമം വന്നു. ഹനുമാൻ ചെയ്ത അപരാധം ഭഗവാൻ പുറത്തു കൊടുത്തതിനാൽ ഭഗവാന്റെ നാമം കുറ്റംപൊറുത്തനാഥർ എന്നും അപരാധ ക്ഷമേശ്വരർ എന്നുമായി. വിചിത്രാംഗൻ എന്ന രാജാവ് തന്റെ റാണി സുശീലയോടൊപ്പം ഇവിടെ മൂലവരെ പൂജിച്ച് പുത്രഭാഗ്യം ലഭിച്ചതിനാൽ രാജാവ് ഇവിടെ കോവിൽ നിർമ്മിച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട്.
ഏകദേശം 1000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്നതും സീർഗാഴി സട്ടേനാഥർ ക്ഷേത്രം പോലെ 2 തട്ടിലായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് മേലേക്കാഴി കുറ്റംപുറത്തുനാഥർ ക്ഷേത്രം. ഇവിടെയുള്ള ചോഴ രാജാക്കന്മാരുടെ കാലത്തെ ശിലാഫലകങ്ങളിൽ നിന്നും ഇവിടം തനിനായക ചതുർവേദിമംഗലം എന്നറിയപ്പെട്ടിരുന്നതായി മനസ്സിലാക്കാനാവും. ബലിപീഠം ധ്വജസ്തംഭം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ നന്ദിദേവൻ, പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ കുറ്റംപുറത്തുനാഥർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. മുക്തിദായകമാണ് ഭഗവത് ദർശനം. ദേവി ശ്രീപാർവതി കോൽവളை നായികി എന്ന നാമത്തിൽ തനിസന്നിധിയിൽ തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. സീർഗാഴി ക്ഷേത്രത്തിലേതുപോലെ 2 തട്ടിലായി നിർമ്മിച്ചിരിക്കുന്ന തോണിയപ്പർ സന്നിധിയിൽ ഭഗവാൻ ഉമാദേവിയോടൊപ്പം തോണിയിലിരിക്കുന്ന പ്രതിഷ്ഠയാണ്. പക്ഷേ കർപ്പജ്ഞാനേശ്വരർ, കർപ്പജ്ഞാനേശ്വരി എന്നീ നാമങ്ങളിലാണ് ഭഗവാനും ദേവിയും അനുഗ്രഹം ചൊരിയുന്നത്. കുറച്ച് പടികൾ കയറി വേണം ഈ സന്നിധിയിലെത്താൻ. അതിനും മുകളിലത്തെ സന്നിധിയിൽ സട്ടേനാഥർ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഈ സന്നിധികളിൽ അഭിഷേകമില്ല. സീർഗാഴി പോലെ തന്നെ മുടിയിൽ പൂ ചൂടിക്കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ സ്ത്രീകൾക്ക് അനുമതിയില്ല. സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രമായ സാരി ധരിച്ചു വേണം സട്ടേനാഥരെ ദർശിക്കാൻ എന്നും പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, ലിംഗോദ്ഭവർ, ദുർഗ, ബ്രഹ്മ, ഉമാമഹേശ്വരർ, സിദ്ധിവിനായകർ, സുബ്രഹ്മണ്യർ, നടരാജർ, ശിവകാമി അമ്പാൾ, ദക്ഷിണാമൂർത്തി, സൂര്യൻ, ശനീശ്വരൻ, ഭൈരവർ, 63 നായന്മാർ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കൊക്കുടിമുല്ല. ക്ഷേത്രതീർത്ഥം ഇന്ദ്രതീർത്ഥം, സൂര്യപുഷ്കരണി, പൊറ്റാമരക്കുളം. ആഗമവിധിപ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, ശിവരാത്രി, അമാവാസി, പ്രദോഷം, വിനായക ചതുർത്ഥി, കന്തഷഷ്ഠി എന്നിങ്ങനെ ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഉത്സവങ്ങളെല്ലാം തന്നെ ഇവിടെയും കൊണ്ടാടുന്നുണ്ട്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സീർഗാഴിയിൽ നിന്ന് 16.5 കിലോമീറ്റർ, വൈത്തീശ്വരൻ കോവിലിൽ നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വൈത്തീശ്വരൻ കോവിൽ, സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.